കഴിഞ്ഞ ദിവസം നടന്ന വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയുടെ സെമിയിൽ ക്യൂബൻ ഗുസ്തി താരം യൂസ്നീസ് ഗുസ്മാനെ 5-0 പരാജയപ്പെടുത്തി വിനേഷ് ഫോഗട്ട് ഇന്ത്യയ്ക്കൊരു മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന ഫൈനലിൽ വിനേഷ് രാജ്യത്തിന് വേണ്ടി സ്വർണം നേടുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ ഉറപ്പിച്ച വിനേഷിനെ അഭിനന്ദിച്ച് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഒളിമ്പിക്സ് കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് പുറത്തായിരിക്കുന്നു. 50 കിലോയിൽ കൂടുതൽ ഭാരമുള്ളതായി കണ്ടെത്തിയതിനാലാണ് അയോഗ്യയാക്കിയത്. അനുവദിച്ച ഭാരത്തെക്കാളും 100 ഗ്രാം കൂടുതലെന്നാണ് ഒളിമ്പിക് കമ്മിറ്റി പറയുന്നത്. ഇതുമൂലം ഫൈനലിൽ നിന്ന് പുറത്താവുക മാത്രമല്ല, മെഡൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഉറപ്പിച്ച ഒരു മെഡൽ നഷ്ടപ്പെട്ട ഞെട്ടൽ മാത്രമല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. അനീതിയോട് പൊരുതി നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വിനേഷ് അവസാന നിമിഷം തൻ്റേതല്ലാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടു എന്ന ചിന്തയാണ് ഇന്ത്യക്കാർക്ക്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം നടിയും എംപിയുമായ കങ്കണ റണാവത്ത് വിനേഷിനെ പരിഹസിച്ചുകൊണ്ടും വിനേഷിൻ്റെ നേട്ടത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. പാരീസിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിനായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ കങ്കണ ഒരു ഘട്ടത്തിൽ മോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയ വിനേഷ് ഫോഗട്ടിനെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പാരീസിൽ വിടുകയും മികച്ച പരിശീലനം നൽകുകയും ചെയ്തുവെന്നും പറഞ്ഞു. അതാണ് ജനാധിപത്യത്തിൻ്റെയും മഹാനായ നേതാവിൻ്റെയും വിജയമെന്നാണ് കങ്കണ പറയുന്നത്. പരിഹസിച്ചതാണെന്ന് വ്യക്തം. കങ്കണ ഇപ്പോൾ എന്തോ പറയട്ടെ, അവർ എന്തു പറഞ്ഞാലും അതാരും കാര്യമാക്കുന്നില്ല. കാരണം ഇതുവരെയുള്ള അവരുടെ രീതികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലില്ലാത്ത നാക്കാണെന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പറയാറില്ലേ, അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇനിയിപ്പോൾ ഒരു 5 വയസ്സായ കുട്ടിയായിരുന്നാലും 70 വയസ്സായ വൃദ്ധനായിരുന്നാലും കങ്കണ പറയാനുള്ളത് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, എതിരെ നിൽക്കുന്നവർ BJP ആകരുത് എന്ന് മാത്രം. അതുകൊണ്ട് കങ്കണയുടെ വാർത്തകളമൊക്കെ കടിലെന്നടിക്കുക. കങ്കണ കൂട്ടിയാൽ കൂടുന്നതല്ല വിനേഷ് ഫോഗട്ടിൻ്റെ ഇതുവരെയുള്ള നേട്ടം. 10 കങ്കണമാർ ചേർന്ന് വന്നാലും വിനേഷിന് തുല്യമാകില്ല എന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. വിനേഷ് വരുന്നത് ഫോഗട്ട് കുടുംബത്തിൽ നിന്നാണ്. ഈ ഫോഗട്ട് കുടുംബം ആരാണെന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത്. ഈ കുടുംബത്തിലെ 6 പെൺമക്കളിൽ ഓരോരുത്തരും ഇന്ത്യക്ക് മഹത്വം കൊണ്ടുവന്നിട്ടുള്ളവരാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ വലിയച്ഛനും ഗുരുവുമായ മഹാവീർ ഫോഗട്ടിൻ്റെ കഥ പറയുന്ന സിനിമ ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയും. അമീർ ഖാൻ അഭിനയിച്ച ദംഗൽ. മാത്രമല്ല അദ്ദേഹം പരിശീലകർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇനി ഫോഗട്ട് സഹോദരിമാരെക്കുറിച്ച് പറയാം. ഗീത, ബബിത, പ്രിയങ്ക, ഋതു, വിനേഷ്, സംഗീത എന്നിവരാണവർ. ഇവരിൽ ഗീത, ബബിത, ഋതു, സംഗീത എന്നിവർ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെ മക്കളാണ്. പ്രിയങ്കയെയും വിനേഷിനെയും വളർത്തച്ഛനാണ് അദ്ദേഹം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവരുടെ വലിയച്ഛൻ. മഹാവീറിൻ്റെ സഹോദരനായിരുന്ന രാജ്പാലിൻ്റെ മക്കളാണിവർ. വിനേഷിൻ്റെ 9ാം വയസ്സിൽ പിതാവ് രാജ്പാൽ മരണപ്പെട്ടതോടെയാണ് മഹാവീർ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. ഭിവാനി ജില്ലയിലെ തൻ്റെ ഗ്രാമമായ ബിലാലിയിൽ വെച്ച് മഹാവീർ ഫോഗട്ട് 6 സഹോദരിമാരെയും കുസ്തി പഠിപ്പിച്ചു തുടങ്ങി. ഫോഗട്ട് സഹോദരിമാരിൽ 3 പേർ, അതായത് ഗീത, ബബിത, വിനേഷ് എന്നിവർ കോമൺവെൽത്ത് ഗെയിംസിൽ വിവിധ മത്സര ഇനങ്ങളിൽ സ്വർണം നേടിയവരാണ്. അതേസമയം പ്രിയങ്ക ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. ഋതു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും. സംഗീത വയോജന തലത്തിലുള്ള രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിൽ മെഡലും നേടിയിട്ടുണ്ട്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിക്കൊണ്ട് ഗീത ഫോഗട്ടാണ് ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ഗുസ്തിതാരം നേടുന്ന ആദ്യ സ്വർണ്ണമാണിത്. ഏറ്റവും ഇളയ സഹോദരി ബബിത ഫോഗട്ട് 51 കിലോയിൽ വെള്ളി മെഡൽ നേടിയിരുന്നു. 2 വർഷത്തിന് ശേഷം, അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 55 കിലോഗ്രാം വിഭാഗത്തിൽ യോഗ്യത നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ഗുസ്തി താരമായി ഗീത മാറി. ക്വാർട്ടർ ഫൈനലിൽ 3 തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ടോണിയ മിർബിക്കിനോട് തോറ്റ ഗീത വെങ്കല മെഡലിനായുള്ള റെപ്പച്ചേച്ച് റൗണ്ടിലും തോറ്റുപോയിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗീത ഫോഗട്ട് 55 കിലോഗ്രാം വിഭാഗത്തിൽ തൻ്റെ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടി. 51 കിലോഗ്രാം വിഭാഗത്തിൽ ബബിത ഫോഗട്ട് വെങ്കലവും നേടി. 2012 വനിതാ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ 2 മെഡലുകളാണിത്. 2014 തുടക്കത്തിൽ ഗീത ഫോഗട്ടിൻ്റെ വലതു കാൽമുട്ടിലെ ലിഗ്മെന്റിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വന്നു. ഇതുമൂലം 1 വർഷത്തിൽ കൂടുതൽ ഗീത ഗെയിമിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം തിരിച്ചു വന്നെങ്കിലും പരിക്കുകൾ നിത്യസംഭവമായി മാറി. അതുകൊണ്ട് തന്നെ ഗീത ഫോഗട്ടിന് സ്ഥിരമായി മത്സരിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ബബിത 2014 കോമൺവെൽത്ത് ഗെയിംസിൽ 55 കിലോയിൽ സ്വർണ്ണ മെഡൽ നേടി. തുടർന്ന് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ 53 കിലോയിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു. 2019 ബബിത BJPയിലും ചേർന്നിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരിയായി തുടർന്നു. ഗീതയുടെയും ബബിതയുടെയും 2 ഇളയ സഹോദരിമാരായ ഋതുവും സംഗീതയും നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2016 കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും ഋതു ഫോഗട്ട് നേടിയിരുന്നു. എന്നാൽ അതിനുശേഷം ഋതു മിക്സഡ് ആയോധന കലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
ഇളയ സഹോദരി സംഗീത ഫോഗട്ട് ഒരു ഗുസ്തിക്കാരിയാണ്. ചില മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ ബജ്രംഗ് പുനിയയാണ് സംഗീത വിവാഹം കഴിച്ചിരിക്കുന്നത്. നിലവിൽ ഗുസ്തി രംഗത്ത് സജീവമായി നിൽക്കുന്നത് വിനേഷ് ഫോഗട്ടാണ്. വിനേഷ് ഫോഗട്ട് തുടക്കം മുതൽ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. ഫോഗട്ട് കുടുംബത്തിൻ്റെ കുടുംബപ്പേര് തനിക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ ആ പേരിനോട് നീതി പുലർത്തുന്ന പ്രകടനങ്ങൾ അവർ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പാരീസ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡലും നേടിക്കൊണ്ട് വിനേഷ് അതിൽ വിജയിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഇന്ത്യൻ ഗുസ്തിക്കാരിൽ ഒരാളെന്ന രീതിയിലാണ് വിനേഷ് ഇന്നറിയപ്പെടുന്നത്. എന്നാൽ ഒളിമ്പിക്സ് ഗെയിംസിൽ ആദ്യഘട്ടത്തിൽ അവളുടെ പ്രകടനം നിരാശാജനകമായിരുന്നു. എന്നാൽ പ്രതിസന്ധികളെ അതിജീവിച്ചവൾ മുന്നേറുകയും ഇന്ത്യയ്ക്കൊരു മെഡൽ സ്വപ്നം കാണാൻ അവസരമൊരുക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം, 2016 റിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 48 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലൂടെയാണ് വിനേഷ് ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ചത്. പക്ഷേ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. 2020 ടോക്കിയോയിൽ നടന്ന വനിതകളുടെ 53 കിലോഗ്രാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി കണക്കാക്കപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു വിനേഷ്. എന്നാൽ വീണ്ടും പരാജയം രുചിക്കേണ്ടി വന്നു. ഈ നിരാശകളും ജീവിതത്തിൽ വന്നുപെട്ട ബ്രിജേഷ് ഭൂഷൺ വിഷയവും അടക്കമുള്ള പ്രതിസന്ധികളും തരണം ചെയ്താണ് വിനേഷ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഹരിയാനയിലെ ഭിവാനി ജില്ലയിലെ ബിലാലി ഗ്രാമത്തിൽ നിന്നുള്ള അമച്വർ ഗുസ്തിക്കാരനായിരുന്നു മഹാവീർ സിംഗ് ഫോഗട്ട്. പിന്നീട് അദ്ദേഹം ഗുസ്തി പരിശീലകനായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാൻ സിംഗും ഒരു ഗുസ്തിക്കാരനായിരുന്നു. മഹാവീറിനും ഭാര്യ ദയാ കൗറിനും 5 മക്കളാണ്. പെൺമക്കളായ ഗീത, ബബിത, ഋതു, സംഗീത എന്നിവരും ഇളയ മകൻ ദുഷ്യന്തും. മഹാവീറിൻ്റെ സഹോദരൻ രാജ്പാലിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പെൺമക്കളായ പ്രിയങ്ക, വിനീഷ് എന്നിവരെയും മഹാവീറാണ് വളർത്തിയത്. മഹാവീർ തൻ്റെ പെൺമക്കളെ ഗുസ്തിക്കാരാക്കുന്ന കഥ ദംഗൽ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. 2000 ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി കർണം മല്ലേശ്വരി മാറിയതാണ് മഹാവീറിന് പ്രചോദനമായത്. തൻ്റെ പെൺമക്കളെ ഗുസ്തി പഠിപ്പിച്ചിരുന്ന കോച്ച് ചന്ദഗീർ റാമും മഹാവീറിനെ സ്വാധീനിച്ചു. പെൺകുട്ടികളെ ഈ കായിക ഇനത്തിലേക്ക് തള്ളി വിടരുതെന്ന് താൻ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നതായി മഹാവീർ ഫോഗട്ടിൻ്റെ ഭാര്യ ദയാ കൗർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഷോർട്സും ധരിച്ചും മുടിയും വെട്ടി നടക്കുന്ന ഒരു ഗുസ്തിക്കാരിയെ ആര് വിവാഹം കഴിക്കുമെന്ന ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. തങ്ങളുടെ പെൺമക്കളെ ഗുസ്തിക്കാരാക്കുന്നതിലുള്ള ഗ്രാമവാസികളുടെ എതിർപ്പിനെക്കുറിച്ചും മഹാവീർ ഒരു പഴയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എൻ്റെ പെൺകുട്ടികളെ പരിശീലിപ്പിച്ച് ഞാൻ എൻ്റെ ഗ്രാമത്തിന് അപകീർത്തി വരുത്തുന്നുവെന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഗുസ്തിക്കാരിയായിക്കൂടാ? ഞാൻ ചിന്തിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ആ ഗ്രാമത്തിൽ ഗുസ്തിക്ക് മതിയായ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ ആൺകുട്ടികളോടാണ് ഗുസ്തി പിടിച്ചത്. പിന്നീട് മഹാവീർ ഗീതയെയും ബബിതയെയും സോനിപ്പെട്ടിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് വിനേഷ് പുറത്തായത് ഒളിമ്പിക്സിൽ നിന്നാണ്. എന്നാൽ ജനമനസ്സുകളിൽ അവർക്കുള്ള പിന്തുണ ഇപ്പോൾ ഇരട്ടിയിലധികമാണ്. എന്തിനേയും പരിഹസിക്കുന്ന 10 കങ്കണന്മാരും കൂടെ 10 ബ്രിജേഷ് ഭൂഷൺമാരും കൂടി വന്നാലും അവരൊന്നും വിനേഷ് ഫോഗട്ടിന് തുല്യം നിൽക്കില്ല. പിന്നെയാണ് ഫോഗട്ട് കുടുംബത്തിൻ്റെ മൊത്തം ചരിത്രമെടുക്കുമ്പോൾ.